മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയത് 1995 ശിവഗിരിയിൽ നടന്ന സംഭവമെന്ന് AK ആന്റണി. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസിനെ അയക്കേണ്ടി വന്നു. ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. അവിടെ ഉണ്ടായത് ദൗർഭാഗ്യകരമായ കാര്യങ്ങളെന്നും ആന്റണി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്കാണ് AK ആന്റണിയുടെ മറുപടി. എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയൊരു കാര്യം നടന്നു. ശിവഗിരിയിൽ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. ആദിവാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മുഖ്യമന്ത്രിയാണ് താൻ. ഒടുവിൽ ആദിവാസികളെ ചുട്ടുകരിച്ചവൻ എന്ന പേര് കേട്ടു. പോലീസ് നടപടിയിലെ CBI റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം. മുത്തങ്ങ സംഭവത്തിൽ അതിയായ ഖേദമുണ്ടെന്നും ആന്റണി പറഞ്ഞു. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുടിൽ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം അത് നാഷണൽ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ്. ഇല്ലേ വസ്തുത? അത് ഗവൺമെന്റിന്റെ ഭാഗം. ഈ അച്ഛനും ശ്രമിച്ചിട്ടില്ല, മേനാട് ശ്രമിച്ചിട്ടില്ല. 15 വർഷത്തിനിടയിൽ LDFന്റെ ഭരണം അവിടെ ആദിവാസികളെ പുനരധിവസിപ്പിക്കാനോ കുടിൽ കെട്ടാനോ അനുവദിച്ചിട്ടില്ല. തനിക്കെതിരെ നിയമസഭയിൽ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന വികാരവും AK ആന്റണിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് AK ആന്റണിയുടെ കാലത്തെ പോലീസ് നടപടി ഉൾപ്പെടെ ഓർമ്മിപ്പിച്ച പശ്ചാത്തലമുള്ളത്. അതിന് മറുപടി നൽകുകയാണ് AK ആന്റണി. ആന്റണിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് തന്നെ കാലങ്ങളായി എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ AK ആന്റണി പറഞ്ഞു വെച്ചത്? അഭിലാഷ്, ഏതാണ്ട് ഒരു വർഷത്തിലേറെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് AK ആന്റണി KPC ആസ്ഥാനത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം ഈ രീതിയിൽ വാർത്താ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങളെയും കേരളത്തെയും അഭിമുഖീകരിക്കുന്നത്. അതിന് അദ്ദേഹം നിർബന്ധമാക്കിയത് ഇന്നലെ ഈ പോലീസ് വർധനത്തിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന റൂൾ 50 നോട്ടീസിന്റെ ചർച്ചയിൽ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും ഉയർത്തിയ ആരോപണങ്ങളായിരുന്നു. പോലീസ് വർധനത്തേക്ക് വലിയ രീതിയിൽ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ നേരത്തെയുള്ള ഭരണകാലം ചൂണ്ടിക്കാണിച്ച് മുത്തങ്ങ വെടിവെപ്പും ശിവഗിരിയിലെ പോലീസ് നടപടിയുമൊക്കെ ഭരണപക്ഷം ശക്തമായി വിമർശിച്ചിരുന്നു. അതിന് മറുപടി പറയാനാണ് അദ്ദേഹം വന്നത്. ഒന്ന്, അദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു കളങ്കമായ 2 സംഭവങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കളങ്കമായി നിൽക്കുന്നു. അത് AK പോലെ അത്ര പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുന്ന നേതാവിന് എക്കാലത്തും വലിയ തീരാ കളങ്കമാണ്. അതിൽ ഒന്ന് മറുപടി പറയണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. മറ്റൊന്ന്, അദ്ദേഹം ഒരു വാചകം വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ 24 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നിട്ട് അതിനുശേഷം 21 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ മാറി നിന്നിട്ട് അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ അന്നുണ്ടായ സംഭവങ്ങൾക്കൊന്നും മറുപടി പറയാൻ ആരും ഉണ്ടായില്ല. അതായത് 21 വർഷമായി 95ലാണ് 1995 ഏതാണ്ട് കൃത്യം 30 വർഷം മുമ്പാണ് ശിവഗിരിയിൽ പോലീസ് നടപടി ഉണ്ടായത്. 2001ലാണ് മുത്തങ്ങയിൽ പോലീസ് വെടിവയ്പ് ഉണ്ടായത്. ഇത്രയും കാലം ആയിട്ടും
ഈ രണ്ട് സംഭവങ്ങളിലും എ കെ ആന്റണി കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന് അന്നത്തെ സാഹചര്യം കൊണ്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ, അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ആരും ഉണ്ടായില്ല. അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയും നാൾ അത് പറയാൻ ആരും വന്നില്ല. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മാധ്യമങ്ങളെ കണ്ടാൽ മതിയെന്ന് കരുതി താനിപ്പോൾ അത് പറയാൻ വന്നത്. ഇതിന്റെ സഭയിലെ വിഷയം ഭരണപക്ഷം ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ എ കെ ആന്റണി പ്രതിരോധിക്കാൻ അത്ര വലിയൊരു നീക്കമുണ്ടായില്ല. അതിൽ അമർഷം കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത്. താൻ ആദിവാസികൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തയാളാണ്, ആറളം ഫാം അടക്കം അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തയാളാണ്. പക്ഷേ തന്നെ ഇപ്പോൾ ആദിവാസിയെ ചുട്ടുകരിച്ച ആളായാണ് ചിത്രീകരിക്കുന്നത്. താൻ പഠനകാലം മുതൽ ശ്രീനാരായണ ദർശനം വിശ്വസിച്ചയാളാണ്, ശിവഗിരി സന്ദർശിച്ചിട്ടുള്ളയാളാണ്. പക്ഷേ അവിടെ പോലീസ് നടപടിക്ക്, സന്യാസിമാർക്കെതിരെ പോലീസ് നടപടിയെടുത്ത ആളായാണ് തന്നെ ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ പേരുള്ള കളങ്കങ്ങൾ മാറ്റുക കൂടിയായിരുന്നു ആന്റണിയുടെ ലക്ഷ്യം. അതിനൊപ്പം തന്നെ പ്രതിരോധിക്കാൻ ആരുമില്ല, ഇത്രയും നാൾ കഴിഞ്ഞിട്ടും തന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായില്ല എന്നതിൽ അമർഷവും വേദനയും കൂടിയാണ് എ കെ ആന്റണി പങ്കുവച്ചത്. ഇന്നലെ നിയമസഭയിൽ ഇത്രയധികം വിമർശനങ്ങൾ എ കെ ആന്റണിക്കെതിരെ ഉയർന്നിട്ടും ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ പ്രതിപക്ഷ നിര തയ്യാറായില്ല എന്നതിന്റെ അമർഷം കൂടി ആന്റണി പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ, അത് ശിവഗിരിയിലെ പോലീസ് നടപടിയും മുത്തങ്ങയിലെ പോലീസ് വെടിവയ്പ്പിലെ CBI റിപ്പോർട്ടും അടക്കമുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരുകളെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ഇടതു സർക്കാരുകൾ എന്തുകൊണ്ട് മറ്റു നടപടി സ്വീകരിച്ചത്. പക്ഷെ അതിനുശേഷം 95-ലെ ശിവഗിരി നടപടിക്ക് ശേഷം, ശിവഗിരിയിലെ പോലീസ് നടപടിക്ക് ശേഷം 2001-ൽ അദ്ദേഹത്തിന് തന്നെ സർക്കാർ വന്നിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ 2011-ലും 2005-ലുമൊക്കെ വന്നിരുന്നു. അപ്പോഴൊന്നും ഇതിൽ ആന്റണിയുടെ കാലത്ത് നടന്ന സംഭവങ്ങളിൽ അദ്ദേഹം നിരപരാധിയാണ്. ആന്റണി ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വന്നാൽ തന്റെ നിരപരാധിത്വം വെളിപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഉമ്മൻചാണ്ടി സർക്കാരോ അല്ലെങ്കിൽ ആന്റണി സർക്കാരോ ഒന്നും, ഒരു കോൺഗ്രസ് സർക്കാരും, ഇടത് സർക്കാർ സ്വാഭാവികമായും ആന്റണിയെ വെള്ളപൂശാൻ ശ്രമിക്കില്ല. പക്ഷേ എന്തുകൊണ്ട് ആ സർക്കാരുകളും തനിക്ക് വേണ്ടി നിന്നില്ല എന്ന ചോദ്യം കൂടിയാണ് ആന്റണി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ, അത് ആദിവാസികളെ ചുട്ടുകരിച്ചവരെന്നും ശിവഗിരിയിൽ ശ്രീനാരായണീയരായ സന്യാസിമാരുൾപ്പെടെ തല്ലിച്ചതച്ചേരും തന്റെ നിരപരാധിത്വമുണ്ട് എന്ന് ആന്റണി വിശ്വസിക്കുന്നു. അത് പുറത്തു പറയാൻ ആരും തയ്യാറാകുന്നില്ല, തന്നെ പ്രതിരോധിക്കാൻ ആരും വരുന്നില്ല എന്നതിൽ അമർഷം കൂടിയാണ് എ കെ ആന്റണി എന്ന കോൺഗ്രസിലെ ഏറ്റവും സീനിയർ ലീഡർ ഈ അല്പസമയം മുമ്പ് KPC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പ്രകടിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പാണ് എ കെ ആന്റണിയെ പോലെ ഒരു മുതിർന്ന നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ അരുൺ, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ടല്ലോ, അതായത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പലതും ഇടിമുറികളായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് നേരെയുള്ള പ്രതികരണങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നിരവധിയായ വിവരങ്ങൾ ഇപ്പോഴും വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നു. അതിനെ പ്രതിരോധിക്കുക, അതിന് മറ തീർക്കുക എന്നുള്ളതായിരുന്നല്ലോ സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ എ കെ ആന്റണിയുടെ കാലഘട്ടം ഉൾപ്പെടെ സഭയിലും പുറത്തുമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതിനെ കൃത്യമായി തന്നെ, അതായത് മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയായി തന്നെ എ കെ ആന്റണിക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നു എന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് പ്രതിരോധം തീർക്കുന്നതിൽ കോൺഗ്രസ് ഒരു പരിധിവരെ പരാജയപ്പെട്ടു പോയി എന്നുകൂടിയല്ലേ എ കെ ആന്റണി പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും എ കെ ആന്റണി വാർത്താ സമ്മേളനം വളരെ സൂക്ഷ്മ വലിയത് മനസ്സിലാകുന്നത് സർക്കാരിനെതിരെ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ലോകമർദ്ദന ആരോപണങ്ങളുണ്ട്, പരാതികളുണ്ട്, തെളിവുകളുമുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നില്ല. പകരം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, തനിക്കെതിരെ വന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ പ്രതിരോധിക്കാനോ, അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയില്ല, ശക്തമായ നേതാക്കൾ കോൺഗ്രസ്, ശക്തരിൽ ശക്തരായ നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെയാണ് സർക്കാരിനെ ആ രീതിയിൽ വിമർശിക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം ആകെ സർക്കാർ വിരുദ്ധമായി പറഞ്ഞൊരു കാര്യം, പമ്പ മുതൽ മരക്കൂട്ടം വരെ സ്ത്രീകളെ കയറ്റിയ ആളുകളാണല്ലോ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം മാത്രമാണ് സർക്കാരിനെതിരെ ഒരു വിമർശനം, സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒരു വിമർശനം അദ്ദേഹം നടത്തിയത്. ബാക്കിയെല്ലാം അദ്ദേഹത്തെ ന്യായീകരിക്കാനും സ്വയം ന്യായീകരിക്കാൻ തന്നെ നിർബന്ധിതരാകുന്നുവെന്ന് കൃത്യമായ ഒരു സന്ദേശം നൽകാനുമാണ് എ കെ ആന്റണി ശ്രമിച്ചത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അളന്ന് തൂക്കിയുള്ള വാക്കുകളാണ്. അനാവശ്യമായ ഒരു വാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തന്നെ പ്രതികരണം നടത്തുന്ന നേതാവല്ല എ കെ ആന്റണി. വളരെ കൃത്യമായി അദ്ദേഹം തനിക്ക് പറയാനുള്ളത് പറയുന്നു. വളരെ കൃത്യമായ കണക്കുകൾ, വർഷങ്ങളൊക്കെ വച്ച് അദ്ദേഹം പറയുന്നത് തന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായില്ല. 21 വർഷം താൻ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ആരും തയ്യാറായില്ല. വളരെ വ്യക്തമായ ആ ഒരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ സർക്കാരുകൾ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ ശിവഗിരിയിൽ സന്യാസികളെ തല്ലിച്ചതയ്ക്കാനുണ്ടായ സാഹചര്യം എന്ത് എന്ന് സ്വാഭാവികമായും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ മനസ്സിലാകും.
മാറാട് എന്തുകൊണ്ട് കലാപം ഉണ്ടായെന്ന് ആ റിപ്പോർട്ട് വന്നാൽ മനസ്സിലാകും. മുത്തങ്ങ വെടിവയ്പ്പിലെ കാര്യകാരണങ്ങൾ എന്ത് എന്നുള്ളത് ആ CBI റിപ്പോർട്ട് വന്നാൽ മനസ്സിലാകും. പക്ഷെ അതിനൊന്നും ആരും മുൻകൈ എടുത്തില്ല. താനാകട്ടെ ഇവിടെ ഇല്ലാതെയും ആയിപ്പോയി എന്നൊരു വിഷമം കൂടിയാണ് ആന്റണി പങ്കുവയ്ക്കുന്നത്. തനിക്കെതിരെ ഇത്രയധികം ആരോപണം ഉയർത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, അത് പറഞ്ഞ ആളുകളെ വിമർശിക്കാൻ തന്റെ പിന്മുറക്കാർ അല്ലെങ്കിൽ തന്റെ പാർട്ടിക്കാർ നിയമസഭയിൽ തയ്യാറായില്ല എന്നതിലെ ഒരു മനോവേദന കൂടി പങ്കുവയ്ക്കുന്ന ഒരു വാർത്താ സമ്മേളനമായി വേണം AK ആന്റണി ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ കാണാൻ. മറ്റ് രാഷ്ട്രീയ വിമർശനങ്ങളൊന്നും അദ്ദേഹം പങ്കുവച്ച ഒരു കാര്യം കൂടി പറഞ്ഞു. ചോദ്യം ഇപ്രകാരമായിരുന്നു: രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ A ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞാണ് രാഹുലിനെ സംരക്ഷിക്കാൻ പലരും രംഗത്ത് വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ ഗ്രൂപ്പിന്റെ ഭാഗമൊന്നുമല്ല, ഞാനേ ആ ഗ്രൂപ്പ് അല്ലാതായി മാറിക്കഴിഞ്ഞു. അതായത് അതിലൊരു ആ രീതിയിലൊരു A ഗ്രൂപ്പ് അല്ല യഥാർത്ഥത്തിൽ പരാമർശം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അത്ര വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം പോയില്ല. മറിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും AK ആന്റണിയെ ആദിവാസികളെ ചുട്ടുകരിച്ച നേതാവും എന്നും അതുപോലെ തന്നെ ശിവഗിരിയിൽ സന്യാസിമാർക്കെതിരെ പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയ നേതാവും തരത്തിലുള്ള വിമർശനങ്ങൾ വന്നു. അതിനെ ന്യായീകരിക്കുക, അതിൽ തന്റെ നിലപാട് പറയുക, തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിലെ ഏറ്റവും വേദനയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ തന്നെ ശിവഗിരിയിലെ പോലീസ് നടപടി ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതുകൂടി ദുഃഖമുണ്ട്. പക്ഷേ ആ പോലീസ് നടപടിയെ തള്ളിപ്പറയാൻ AK ആന്റണി വാർത്താ സമ്മേളനം തയ്യാറായില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. തീർച്ചയായും മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം അടക്കം നടത്തിയിട്ട് കാലം ഏറെയായി. കാര്യങ്ങൾ വിശദീകരിക്കാൻ AK ആന്റണി തന്നെ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് VV അരുൺ.